പാവങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും പാവപ്പെട്ടവൻ്റെ കൂടെ ഏത് കാലഘട്ടത്തിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ സിനിമയിൽ കഴിയുന്ന കാലത്ത് എൻ്റെ ഒരു 28 വയസ്സ് മുതൽ 48 വയസ്സ് വരെയുള്ള കാലഘട്ടം പുഷ്കരകാലമായിരുന്നു എൻ്റെ. ഞാൻ ഒരു രാജാവിനെ പോലെ ജീവിച്ച കാലം. ഇപ്പോഴും മനസ്സോട് രാജാവാണ്, പക്ഷെ എന്നാലും പക്ഷെ അപ്പോഴും എൻ്റെ ലളിത ജീവിതമായിരുന്നു. അതായത് എൻ്റെ കാറ് ഞാൻ ജയിക്കാനെ ജനിച്ചുന്ന പടത്തിൽ നശിപ്പിക്കാൻ 2 കാറ് വാങ്ങി. ഫോറിൻ ഫിയറ്റ്, അന്ന് ഫിയറ്റ് ഇറക്കുമതിയില്ല, 78. അപ്പോൾ ഫോറിൻ ഫിയറ്റും ഒരു അംബാസഡറും വാങ്ങിച്ചു. ഇത് അവസാനത്തിൽ ഇത് നല്ലപോലെ ഓടണം. എന്താ കാര്യം വെച്ചാൽ നല്ല കാർ വേണം. എന്താ പറഞ്ഞാൽ ചെയ്സാണ്. ജയൻ കാറി പോകുന്നു, നസീർ സാർ ചെയ്സ് ചെയ്യുന്നു. ഇവർ അവസാനം കൂട്ടിമുട്ടി അവസാനം ഇത് ഒരു ലെവൽ ക്രോസ് കണക്കുന്നു. ലെവൽ ക്രോസ് ജമ്പ് ചെയ്യണം. അപ്പോൾ ജമ്പ് ചെയ്യാൻ ബോംബെയിൽ നിന്ന് ആൾ വരണം. കാരണം നമ്മൾ ഈ ലെവൽ ക്രോസിൻ്റെ അടുത്ത് പോയിട്ട് ഇത് വെക്കണം, ഒരു ടാപ്പറായിട്ട് വെച്ചിട്ട് അതിൽ നിന്ന് ജമ്പ് ചെയ്യാൻ പറ്റും, സ്ട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതാ ക്യാമറയിൽ നിന്ന് ഒളിച്ചു വെക്കണം. അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ജമ്പ് എടുക്കുന്നത്. ശശികുമാറാണ് ഡയറക്ടർ, പ്രൊഡ്യൂസർ. ഞാനും എഴുത്തുകാരനും പ്രൊഡ്യൂസറുമാണല്ലോ, ഞാനും കൂടെ ഉണ്ടല്ലോ. അപ്പം അങ്ങനെ അത് എടുക്കുന്ന സമയത്ത് മേടിച്ച 2 കാർ, ഒന്ന് ഫിയറ്റും അംബാസഡറും, നല്ല വില കൊടുത്ത് വാങ്ങിച്ചത്. അത് അവസാനം അത് തകർന്നു പോയി. രണ്ട് തകർന്നു. കാരണം ജമ്പ് 2 ഷോട്ട് 2 ജമ്പ് കഴിയുമ്പോൾ 2 കാറും തീർന്നു. എഞ്ചിൻ മുഴുവൻ പോയി, സ്ഥലമെല്ലാം പോയി, ആക്സിൽ പോയി, പക്ഷെ ഒടിഞ്ഞു. അങ്ങനെ 2 കാറും. പക്ഷേ അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ നമ്മുടെ മെക്കാനിക്കോട് പറഞ്ഞത് എന്ത് ചെയ്യും, വല്ലതും കിട്ടുമോ? ആക്രിക്കാരെ കൊടുക്കാനും പറ്റും സാർ എന്ന് പറഞ്ഞു. അപ്പോൾ ആക്രിക്കാർ കൊടുക്കാനും പറ്റുമെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥിരം മെക്കാനിക്ക് എൻ്റെ അംബാസഡറാണ്. സാർ ഇതൊരു ഫിയറ്റാണ്, ഇത് ഞാൻ കുറച്ച് കാശ് മുടക്കിയാൽ ഞാനിത് ശരിയാക്കി തരാം, സാറ് AC തരാം, ഇത് സാറിൻ്റെ വണ്ടിയാക്കണം. അപ്പം ഞാൻ പറഞ്ഞ മറുപടി എന്തിനാ AC കാർ, എല്ലാവരും ഈ വണ്ടിയല്ലേ പോകുന്നത്, എനിക്ക് AC കാറൊന്നും വേണ്ട. അങ്ങനെ ആ കാർ ഞാൻ വിറ്റു. ശരിക്കും ആഖിരി വിലയ്ക്ക് വിറ്റു. എന്നിട്ട് പോലും നന്നാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചില്ല. അത് എപ്പോഴും ഞാൻ എന്നെ സംബന്ധിച്ചോളം ഏത് അവസ്ഥയിൽ വരുമ്പോഴും മനസ്സുകൊണ്ട് ഞാനാണ്. പക്ഷേ ബാഹ്യതലത്തിൽ ഞാൻ കരിമ്പാലത്തി വീട്ടിൽ ഭവാനിയമ്മ തകച്ചിയുടെ മകൻ പഴയ ശ്രീമാരനാണ്. അമ്മ എന്നെ ശ്രീമാരാന്ന് വിളിച്ചത്, മനസ്സിലായത്. അതിലൊരു മാറ്റമില്ല. ഞാൻ സംസാരിക്കുമ്പോൾ പലതും പറയും, പക്ഷേ ജീവിതം അങ്ങേറ്റം ലളിതമായ ജീവിതം. ഭക്ഷണം എല്ലാം വളരെ ലളിതമാണ്. ഒരു നുള്ളു കാക്കപ്പൂ കടം തരാമോ, ഒരു തുമ്പപ്പൂ അത് കഴിഞ്ഞിട്ടുള്ള വരികൾ എന്ന് പറയുന്നത് അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അത് നിന്റെ ചൊടികളിൽ വിരിഞ്ഞതല്ലേ എന്നാണ് ചോദിക്കുന്നത്. അവിടെ നേരത്തെ പറഞ്ഞതുപോലെ അത് കുറച്ച് പ്രണയം ഉണ്ട്, ഡീപ്പായ പ്രണയം വന്നിട്ടുണ്ട്. കാടേന് ഒരു നുള്ളു കാക്കപ്പൂ കടം തരുമോ, ഒരു കൂന തുമ്പപ്പൂ പകരം തരാമെന്ന്. അതെ. അപ്പോൾ തിരിച്ചു പറഞ്ഞ് ഞാനിന്ന് നിന്റെ തുമ്പപ്പൂ ഞാൻ അധരം കൊണ്ട് വാരിക്കോട്ടെ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ തന്നെ അർത്ഥം. ഞാനൊരു ചുംബനം തന്ന് അത്, കാരണം നിന്റെ ചിരി തുമ്പപ്പൂക്കളല്ലേ, നിന്റെ അധരത്തിൽ മുഴുവൻ എപ്പോഴും ചുംബപ്പ് പറഞ്ഞിരിക്കുകയല്ലേ. അപ്പോൾ അധരത്താൽ വാരിയാൽ പിണങ്ങുമോ നീ, അത് നിന്റെ ചുടികളിൽ വിരിഞ്ഞതല്ലേ. ഈ തുമ്പപ്പൂക്കെ നിന്റെ ചുടികളിൽ വിരിയുന്നത്. അപ്പോൾ ഞാൻ അധരം കൊണ്ട് വാരിക്കോട്ടെ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൽ ഒരു കാമം തന്നെയാണ് വരുന്നത്. ഫസ്റ്റ് പ്രയോറിറ്റി പ്രണയത്തിനാണ്, രണ്ടാമത്തെ പ്രയോറിറ്റിയാണ് പൂക്കൾക്കുള്ളത്. പൂക്കൾ അത്രേ ഉള്ളൂ, ഉറപ്പായിട്ടും. അത് ശരിക്കും ഒരു പൂവിന്റെ പാട്ടല്ല, ഒരിക്കലും പ്രണയഗാനമാണ്. അത് മൊത്തം പാട്ടിൽ അങ്ങനെ വരുന്നത്. അത് ഭയങ്കര രസമുള്ളൊരു ഭാവനയായിട്ട് തോന്നുന്നു. ചില ഫിലോസഫിക്കലായിട്ട് ഒരുപാട് പാട്ട് എഴുതിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന സമയത്ത് ഈ റോഡിൽ ഈ ഇത്തരത്തിലുള്ള മരീചിക പോലുള്ള കാണുമ്പോൾ ഞാൻ പഴയ പാട്ട് പാടാറുണ്ട്. മരീചികയും മരീചികയും നിരാശ തന്നെ അപാരതയെ പ്രതീക്ഷ വിൽക്കുന്നുവോ എന്ന് ചോദിക്കും. ഇത് ഭയങ്കര രസമുള്ള പാട്ടാണ്. അത് പാടിക്കുന്നതും ഒക്കെ അസാധ്യമായിട്ടാണ്. ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്ന പാട്ടുകളിലൊന്നായിട്ട് എനിക്കത് തോന്നിയിട്ടുണ്ട്. അതും ശ്യാമിൻ്റെ ട്യൂൺ വെച്ച് എഴുതിയത്. കാരണം ഈ മരീചിക എന്ന് പറഞ്ഞാൽ ശരിക്കും മരുഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു സങ്കല്പം. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മരുഭൂമിയിൽ യാത്ര ചെയ്ത് വരുമ്പോൾ അകലെ അവിടെ ജലമുണ്ട്, മരമുണ്ട്, ഒക്കെ ഒരു തോന്നലുണ്ട്. അതാണ് മരീചിക. അവിടെ വരുമ്പോൾ ഒന്നുമില്ല. അപ്പം അതാണ് മരീചിക നിരാശ തൻ അപാരത. അതിനപ്പുറം നിരാശയുണ്ട്. നിറയെ ആശകൾ നിറച്ച് വെച്ചിട്ട് ഇതാ ഉണ്ട്, ഞാൻ എനിക്ക് വെള്ളം കിട്ടി എന്ന് പറഞ്ഞ് പോയിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥ വരുമ്പോൾ ഉണ്ടാകുന്ന നിരാശയുടെ അപാരതയാണ്. അതാണ് മരീചിക നിരാശൻ അപാരത. അവന്റെ പ്രണയവുമായി ബന്ധപ്പെട്ട സന്ദർഭം. അത് പ്രതീക്ഷ വിൽക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. കാരണം ഈ പ്രതീക്ഷ വിൽക്കുന്നു, അതെ. കാരണം ഈ മരീചിക പ്രതീക്ഷ വിൽക്കുകയല്ലേ. നമുക്ക് ഇതാ വന്നു ഇവിടെ ഉണ്ട്, ഞാനുണ്ട് ഇവിടെ, ഞാനുണ്ട് പറയല്ലേ. അപ്പോൾ അതുപോലെയാണ് അവന്റെ പ്രണയവും. അങ്ങനെയായിരുന്നു. പ്രതീക്ഷ വിൽക്കുന്നു നീ, സഞ്ചാരി ഞാൻ, നിന്റെ ബാക്കി വരികളിൽ മരീചികയുടെ ആശയം വരുന്ന വരികളുണ്ട്. നിൻ പാഴ്ത്തുടുപ്പിന്റെ മരീചിക
അത് അവിടെ ഒരു തുടുപ്പ് പോലെ അനങ്ങുന്ന പോലൊക്കെ തോന്നും നമുക്ക്. നിൻ പാഴ്ത്തുടുപ്പുകളിൽ തുടുപ്പിന്റെ മിന്നലിൽ ഹോമിച്ച സഞ്ചാരി ഞാൻ. എൻ്റെ ഇത് തന്നെ ഹോമിച്ചു, എന്നെ തന്നെ ഹോമിച്ചു. യാത്രക്കാരൻ, അതാണ് മരീചിക, യാത്രക്കാരനാ മരീചിക കാണുന്നത്. അതെ അതെ. അപ്പൊ മനസ്സിൽ ഞാൻ വിഷ്വൽസ് കാണുകയാണ് ഇത്. നിൻ പാഴ്ത്തുടുപ്പുകളുടെ മിന്നലിൽ സുഖം ഹോമിച്ചു സഞ്ചാരിയ. അതെ, കാരണം അത് അങ്ങനെ എനിക്ക് മരീച അവസാനം വന്നിട്ട് മരീച എന്ന് തോന്നപ്പം എൻ്റെ പ്രതീക്ഷ അസ്തമിച്ചു, എൻ്റെ സുഖം ഞാൻ തന്നെ ഹോമിച്ചു. എനിക്ക് വേറെ വഴിയെ പോകാമായിരുന്നു. എല്ലാവർക്കും അതേപോലെ ഇഷ്ടപ്പെട്ട ഒരു ഫിലോസഫിക്കൽ പാട്ടാണ് ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൻ നോവറിയും കിളിമകളെ പറയൂ. അത് എന്താ വെച്ചാൽ സാധാരണക്കാരും പാടി. അതെ, എപ്പോഴും ചോദിക്കും ഈ കിളിമകൾ തത്തയാണ്. അവർ നമ്മുടെ വീട്ടിലെ തത്ത കൂട്ടിൽ കിടക്കുന്നത്. ബന്ധുവാര് ശത്രുവാര് ബന്ധനത്തിൽ നോവറിയും കിളിമകളെ പറയൂ. നീ കൂട്ടി കിടക്കുക. ബന്ധനമാണെന്ന് ഈ തത്തയ്ക്ക് അറിയാവുന്ന പോലെ ആർക്കും പറഞ്ഞുകൂടാ. കാരണം എല്ലാ സൗന്ദര്യവും ഉണ്ടായിട്ടും ഇവൾക്ക് സ്നേഹമുള്ളവരുണ്ടായിട്ടും കൂട്ടിക്കിടക്കാനാണ് വിധി. അപ്പോൾ ബന്ധുവാരെ ശത്രുവാരെ ബന്ധനത്തിൽ നോവറിയും കിളിമകളെ. കിളിമകൾക്ക് അറിയാവുന്ന പോലെ ബന്ധനം നോവ് ആർക്കും അറിയില്ല. പറയൂ. അതുകൊണ്ടാണ് കിളിമകളോട് കിളിമകളെ പറയൂ. അരങ്ങത്ത് ബന്ധുക്കൾ ഒരു അണിയറയിൽ ശത്രു. അതെ, അപ്പൊ നീ നിനക്കറിയാവില്ല. കാരണം നിന്റെ ബന്ധനത്തിൽ ഇട്ടവനാണോ ശത്രു, അത് ഇനി നോക്കി നിന്ന് കളിയാക്കുന്നവനാണ് ശത്രു. ആരാ ശത്രു, ആരാ ബന്ധു? അത് കിളിമകളോട് ചോദിക്കാൻ കാരണം അതാണ്. എനിക്ക് ചെറുപ്പത്തിൽ സെന്റിമെന്റ്സ് തോന്നിയിട്ടുള്ള ഒരു പാട്ടാണ് ഈശ്വരൻ ഒരിക്കൽ വിരുന്നിന് പോയി രാജകൊട്ടാരത്തിൽ വിളിക്കാതെ. അതെ, അവസാനം അയാളുടെ വിഗ്രഹം തന്നെ അവിടെ വെച്ചിട്ടുള്ള സ്ഥലത്ത് ഒരു പിടി ചോറിനായി യാചിച്ചു ദൈവം. ഭടന്മാർ വാളോങ്ങി നിൽക്കുമ്പോൾ പിൻവാങ്ങുന്ന ഭഗവാനെ കാണുമ്പോൾ ആ ഭഗവാൻ എന്ന് പാടുമ്പോൾ ഭയങ്കര സങ്കടം തോന്നിയ ഒരു വരികൾ. ഭിക്ഷ യാചിച്ചു വരുന്നവരിൽ ദൈവത്തെ കാണണം. അത് വലിയ ഫിലോസഫിയാണ്. കാരണം റഹിം എന്ന് പറഞ്ഞൊരു കവി ഉണ്ടായിരുന്നു, അക്ബറിന്റെ ദർബാറിലെ കവിയായിരുന്നു. അദ്ദേഹത്തെ ഒരു ചെറിയ കവിതയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭിക്ഷ യാചിക്കുന്നവൻ മരിച്ചവനാണ്, ഭിക്ഷ കൊടുക്കാത്തവൻ അവനേക്കാൾ മുമ്പേ മരിച്ചവനാണ്. ഇത് മനോഹരമായ ആശയം. അത് ഹിന്ദിയിൽ ദോഹ എന്ന് പറയും. 2 വരി കവിതയാണ്. ഹൈക്കു എന്ന് പറയത്തില്ല. അതുപോലെ ഇത് എഴുതാനുള്ള കാരണം എന്താ പറഞ്ഞാൽ, തിരുപ്പതി പോയ സമയത്ത് ഒരു വലിയ പണക്കാരൻ കാറിൽ നിന്നിറങ്ങി. എൻ്റെ കല്യാണം കഴിഞ്ഞ സ്ഥലത്ത് ഭാര്യയൊന്നുമില്ല. ഞങ്ങൾ സുഹൃത്തുക്കൾ ഇങ്ങനെ കറങ്ങി നടക്കുന്ന സമയത്ത് ഒരു കാറിൽ വന്നിറങ്ങി ഒരു വലിയ പണക്കാരനെ. ഇപ്പോൾ ആരോ പറഞ്ഞു ഇങ്ങനെ റെഡ്ഡി ഇവർ ബ്ലാക്ക് മണി കൊണ്ടുവന്ന് അടക്കിയിടും. അപ്പോൾ അതൊരു തെലുങ്ക് ഫ്രണ്ടുണ്ട്. ആ തെലുങ്ക് ഫ്രണ്ടാണ് പറയുന്നത്, ഇയാൾ വന്നതിൽ വലിയ കോടീശ്വരനാണ്, ഇന്ന് തിരുപ്പതിനാഥന് 50-19 കോടി കിട്ടും. അങ്ങനെ ഇറങ്ങി വന്നപ്പോൾ ഞാൻ ആ പരിസരത്ത് തന്നെ ഉണ്ട്. ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ട് വന്ന് കൈ നീട്ടി, 10 പൈസ കൊടുത്തില്ല. ഇതിൽ നിന്നാണ് ഈശ്വരനേക്ക് പിരിഞ്ഞൊരു പാട്ടുണ്ടായത്. ഇത് വളരെ വർഷം മുമ്പ് ഞാൻ കണ്ട കാഴ്ചയാണ്. കാരണം കോടീശ്വരൻ വരുന്നു, ദൈവത്തിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു പ്രായമായ സ്ത്രീ കൈ നീട്ടുമ്പം ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ അവരെന്ത് ഭക്തിയുണ്ട്. അപ്പം ആ ഒരു ദൃശ്യത്തിൽ നിന്നാണ് എൻ്റെ മനസ്സിലാക്കുക. കാരണം ഈ സ്ത്രീയുടെ ഭാഗത്ത് ദൈവമാണെന്ന് വിചാരിക്കുക. അത് ഭിക്ഷക്കാരിയായിരുന്നു, പക്ഷെ ഞാനിപ്പോൾ ഭിക്ഷക്കാരനാക്കിയെന്നുള്ളൂ. അത് ഈശ്വരൻ എന്നാണല്ലോ പറയുന്നത്. ഇപ്പോൾ പുല്ലിംഗമാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈശ്വരൻ ഭിക്ഷക്കാരനായിട്ടൊന്ന് പുറത്ത് നിൽക്കുക. അകത്ത് അങ്ങേരുടെ പടം വെച്ച് ആരാധിക്കുന്നു, അവിടെ ഉത്സവാഘോഷം നടക്കുന്നു, എല്ലാവരും മദ്യപിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പലതരത്തിലുള്ള ഭക്ഷണം കഴിക്കും, എല്ലാം കഴിയും. പക്ഷേ ഇവിടെ എനിക്ക് ഒരു പിടി ചോറ് തരാൻ പറഞ്ഞ് ദൈവം പുറത്ത് നിൽക്കുക. അതിൽ ഈ അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു, അന്തഃപുരമാകെ അലങ്കാര ദീപങ്ങൾ ആർത്തു ചിരിച്ചു. കാരണം ആ ദീപങ്ങൾക്ക് ഒരു അഹങ്കാരം. ഞാൻ പറഞ്ഞില്ല, സൂക്ഷ്മമായിട്ട് എഴുതുന്നുള്ള അത് സെൻസിറ്റീവാണ്. കാരണം അലങ്കാര ദീപങ്ങൾ മാത്രം പറഞ്ഞാൽ അത് കവിത ഒന്നല്ല. അലങ്കാര ദീപങ്ങൾ ചിരിച്ചു എന്ന് പറഞ്ഞാൽ കവിതയില്ല. അലങ്കാര ദീപങ്ങൾ ആർത്തി ചിരിച്ചു എന്ന് പറയുമ്പോഴാണ് കവിത വരുന്നത്. എന്തുകൊണ്ട് ആർത്തി ചിരിച്ചു? രാജകൊട്ടാരമാണ്. വിളക്കുകൾക്ക് പോലും അഹങ്കാരമാണ്. അലങ്കാര ദീപങ്ങൾ ആർത്തി ചിരിച്ചു, അന്തഃപുരമായി കോരിത്തരിച്ചു, വിഭവങ്ങൾ ഒരുങ്ങി, വിദ്വാൻമാരൊരുങ്ങി, കവികളും പാട്ടുകാരൊക്കെ വന്നിരിക്കുകയാണ് രാജാവിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. നൃത്തം തുടങ്ങി. നർത്തകികൾ അങ്ങനെയല്ലേ, പണ്ടങ്ങനല്ലേ രാജാവിന് മുമ്പിൽ നൃത്തം ചെയ്ത് നമ്മുടെ സിനിമകൾ കണ്ടില്ലേ, അതുപോലെ അങ്ങനെ ആ കാലമല്ലേ. അപ്പോൾ അങ്ങനെ എല്ലാം തുടങ്ങി. പക്ഷേ പുറത്ത് ഒരു പിടി ചോറിന് വേണ്ടി നിൽക്കുന്ന ഭിക്ഷക്കാരൻ. അപ്പം ഞാൻ പറയുന്നത് അവനാണ് ഈശ്വരൻ. അപ്പോൾ ഒരു പിടി ദൈവം ആക്കി മാറ്റി അവനെ ദൈവമായി. ഇപ്പം ദൈവം ചിരികൊള്ളുന്ന സദസ്സിൽ ഒരു കാവൽക്കാരൻ വന്ന് പോടാന്ന് പറഞ്ഞു വന്നു. അപ്പൊ ചിരിച്ചുകൊണ്ട് പോയി ദൈവം. ദൈവം ചിരിച്ചു. കാരണം ഇവന്മാരൊന്നും അറിയാതെ, ഞാനാരാണെന്ന് അറിയാതെ, ഈശ്വര സങ്കല്പം എന്താണെന്ന് അറിയാതെ ഇവന്മാർ ആഘോഷിക്കുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി.